ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയത് എന്താണെന്നറിയോ? നമ്മുടെ പറമ്പിൽ നിറയെ കൂണുണ്ടായി കിടക്കുന്നുണ്ട്. നല്ല നാടൻ കൂണാണ്. ഇത് ചെറിയ ടൈപ്പ് കൂണാണ്. നമ്മളിതിനെ അരിക്കൂൺ എന്നാണ് പറയാറ്. പല ടൈപ്പ് കൂണുണ്ട്. പല ടൈപ്പ് കൂൺ തന്നെ ഭക്ഷ്യയോഗ്യമായതുണ്ട്, ഭക്ഷ്യയോഗ്യം അല്ലാത്തതുമുണ്ട്. ഇത് ഇവിടെ പണ്ട് മുതലേ കഴിക്കുന്ന ടൈപ്പ് കൂണാണ്. ഇതിനെക്കാട്ട് വലിയ കൂണുണ്ടാവാറുണ്ട്. ഇത് ഒരുപാട് ഉണ്ട്, പക്ഷേ നമ്മൾ കറി വെച്ച് തരുമ്പോൾ വളരെ കുറച്ചേ കിട്ടുള്ളൂ. എന്തായാലും എനിക്കിപ്പോൾ നോക്കൂ, ഇതൊരു കുമ്പിൾ നിറയെ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ ചെറുതായത് കൊണ്ട് തന്നെ കുറേ ടൈം എടുത്ത് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഇതിൻ്റെ മുകളിലുള്ള കോട്ടില്ലേ നല്ലോണം ഇങ്ങനെ പോക്കിയിട്ട് വേണം. പിന്നെ മണ്ണുള്ള ഭാഗവും കഴുകിയിട്ട് നമ്മളൊരു മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഒരു 3 to 4 ടൈംസ് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇവിടുത്തെ മുളക് പൊടി നല്ല എരിവുള്ളത് കാരണമാണ് 1 ടീസ്പൂൺ ഇടുന്നത്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിടാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഏറ്റവും സിമ്പിൾ വേ ആയിട്ടുള്ള കുക്കിംഗ് ആണ്. എന്നിട്ടൊരു പാനിലേക്ക് ഇത് മാറ്റാം. എന്നിട്ട് അതിലേക്ക് അല്പം മാത്രം വെള്ളം ഒഴിക്കുക, കാരണം ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിള വരുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. നമ്മുടെ കൂൺ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി. കൂൺ കറിയെന്നോ മെഴുക്ക് പുരട്ടി എന്ത് വേണം പറയാം. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമ്മുടെ കൂൺ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, എത്ര കുറച്ചുള്ളത്, നമ്മൾ എത്ര കൂൺ അവിടെ നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ